ഇതിൻ്റെ കൂളിംഗ് ആണ് കേട്ടോ. അതിന് കൂളിംഗ് ചെയ്തിട്ട് ഇതിൽ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വന്ന് കൂളിംഗ് നടത്തി പിന്നെ റിട്ടേൺ വരും. എന്താ സെറ്റപ്പില്ലേ? അപ്പോൾ ചങ്ങായിമാരെ, മിസ്റ്റർ ഡബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഈ വണ്ടിയിലാണ് കേട്ടോ. നമ്മളുള്ളത് വയനാട് കമ്പളക്കാടാണ്. ഇപ്പോൾ പിന്നെ മാനന്തവാടി കല്ലൂർ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇതിൻ്റെ കസിനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. പിന്നെ വർക്കെടുക്കുന്നത് പിന്നെ കമ്പനിയാണ് ഹൈപ്പർ സിറ്റി പറഞ്ഞിട്ട്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞാട്ടോ. വണ്ടി ഇപ്പം എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയൊക്കെയാണ്. രണ്ട് വണ്ടി കേട്ടോ, എന്നാൽ അതുകൊണ്ടൊന്ന് ഇതുകൊണ്ട്. പിന്നെ ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ വണ്ടിയാണ്. പിന്നെ എന്താ പറയുക, ഒരു അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മൈസൂർ പോകുന്നതാണ് നമ്മൾ. പിന്നെ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള കാരണം പിന്നെ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വീഡിയോസ് ഒന്നും ഇടാത്ത. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് വന്നു ഞാൻ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താമരശ്ശേരിയാണ് വീട്. പിന്നെ അപ്പോൾ വീട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായ കാരണം പിന്നെ വീട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഞാൻ തറവാട് വയനാട്ടിലാണ്. ആ ഒട്ടുമിക്ക കുടുംബം, എൻ്റെ ഒട്ടുമിക്ക കുടുംബം വരുന്നത് വയനാട്ടിലാണ്. ഞാൻ ജനിച്ചു വളർന്നൊക്കെ വയനാട്ടിലാണ്. വയനാട് ലക്കിടിയിലാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസിൽ നല്ല റീച്ച് ഉണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ഇട്ട വീഡിയോ ആണെങ്കിൽ കൂടെ അത്യാവശ്യം പിന്നെ കണ്ടപ്പോൾ എന്താ പറയുക, 200 സംതിങ് ആൾക്കാർ, 1K അടുത്ത ആൾക്കാർ കണ്ടു. അതായത് അത്ര ആൾക്കാരെ കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം കേട്ടോ. പിന്നെ കൂടുതൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. പിന്നെ നമുക്ക് അവിടത്തെയുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. അതേപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ രാവിലെ ബെല്ല് വെച്ചിട്ടില്ല, എണീച്ചോടെ അങ്ങനെ തന്നെ വണ്ടി കയറി അങ്ങ് പോകുന്നതാണ്. അതുകൊണ്ട് പറയാനൊന്നും കിട്ടില്ല ഇംഗ്ലീഷൊന്നും. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടട്ടെ എല്ലാവരും. ഇതിൻ്റെ കസിനാന്നുണ്ട് ഷാവൂര്. പിന്നെ ഇവിടെ വയനാട് കമ്പളക്കാട് ഈ പറഞ്ഞ കമ്പനിയിൽ പിന്നെ എന്താ പറയുക ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതേപോലെ സൂപ്പർ മാർക്കറ്റിലെ മാനേജ്മെൻ്റ് ഒക്കെ ഓനാണ് കൈകാര്യം ചെയ്യുന്നത്. വണ്ടിയിൽ കുറച്ച് കാറ്റ് ലേശം കുറവുണ്ട്, അടിച്ചിട്ട് വേണം പോകാൻ. കാരണം ലോഡായി വരുന്നതാണ്, നല്ല വെയിറ്റ് ഉണ്ടാവും. കാരണം കാറ്റടിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. കാറ്റടിക്കാൻ വന്നേക്കാണ്. കർണാടകയിൽ തന്നെയുള്ള ഷോപ്പാണ്. മൈസൂർ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇത് എയർപോർട്ടാണ് കേട്ടോ, മൈസൂർ എയർപോർട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാറ്റടിച്ചോണ്ടൊക്കെയാണ്. പറയണ്ട, എന്തേലും പറയണ്ടെങ്കിൽ അപ്പം പറയാതാ. അത് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കളിയായി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എയർ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടിട്ടു. ഇവിടുത്തെ കംപ്രസറുണ്ട്. ഇവിടുത്തെ കംപ്രസർ നമ്മുടെ നാട്ടിനെ കാട്ടി പഴയ മോഡലൊരു കംപ്രസറാണ് കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ കംപ്രസർ. ഇതിൻ്റെ കൂളിംഗ് ആണ് കേട്ടോ. അതിന് കൂളിംഗ് ചെയ്തിട്ട് ഇതിൽ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വന്ന് കൂളിംഗ് നടത്തി പിന്നെ റിട്ടേൺ വരും. എന്താ സെറ്റപ്പില്ലേ? നമ്മള് മൈസൂർ മാർക്കറ്റിൽ എൻട്രി ചെയ്യാണ് കേട്ടോ. അവിടെ ഇവിടെ എന്താ പറയാ, രാവിലെ എന്താ പറയാ ഇവിടെ? ഏതാ? മണ്ടിപ്പാറ എന്നാണ് ഇങ്ങോട്ട് പറയാ. ആട്ടോ മാർക്കറ്റ്. മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്.
അതാണ് കേട്ടോ പച്ചക്കറി മാർക്കറ്റ് ഇവിടെ ഉള്ള ഏറ്റവും വലിയ മാർക്കറ്റ്. New mobile app with game marketing or a developer looking to find more users. Maybe you're looking to upgrade your skills or grow your app's installs on the Google Play ഒരുപാട് Store. വണ്ടികളുണ്ട്. How do you make yourself stand out, whether it's on the Play Store or in your career? The Google Play Store listing certificate is designed with you and your app install growth goals in mind to help you best tell your app or game story on Google Play, to teach you skills that help you ഒരുപാടുണ്ട്. വലിയ മാർക്കറ്റാണ് കേട്ടോ. ഇവിടുന്നാണ് പിന്നെ എന്താ പറയാ എല്ലായിടത്തേക്കുള്ള പച്ചക്കറി സപ്ലൈ ചെയ്യുന്നത്. ഇവനാണ് കേട്ടോ നമ്മുടെ പിന്നെ ഇവിടെ പച്ചക്കറി മാർക്കറ്റിൽ നമ്മളെ ഏജന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മറ്റേ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി പിടിച്ചിടാൻ വേണ്ടി പോവാണ്. ഹോണ്ട സൗണ്ട് കേട്ടോ, അപാര സൗണ്ടാണ് കേട്ടോ. കുറച്ചുകൂടെ പോ. ഇതെങ്ങനെ ഓരോ നമ്മളിപ്പോൾ ഏലക്കായ തിരിച്ചു വെക്കൂലേ, അതുപോലെ തിരിച്ചു വെച്ചേക്കുന്ന കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു. ഇത് നമുക്കുള്ള ലോഡാണ് എടുക്കുന്നത്. വരുന്നുണ്ട്. ക്യാബേജ് വെട്ടിയിടുന്നത് കാഴ്ചയാണ് കണ്ടുകൊടുക്കുന്നത്. എന്താല്ലേ അത് ലോഡാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പോയി കണ്ട കാഴ്ചയാണ് കേട്ടോ. SC ലോറീൻ്റെ കോലം നോക്കിയട്ടെ, എന്നാ ഒരു വൃത്തിയാലേ. ഏതാ സെറ്റപ്പ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. പച്ചക്കറി മാർക്കറ്റിലത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ക്യാബേജിൻ്റെ വേറൊരു സെക്ഷൻ അപ്പുറത്തുണ്ട്, അത്യാവശ്യം വലിയ ക്യാബേജിൻ്റെ സെക്ഷൻ. നമ്മളിപ്പോൾ അപ്പുറത്ത് തലക്കുന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇതിങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്നും ഓരോ പിന്നെ വെജിറ്റബിൾസും കയറ്റി അങ്ങനെ വേണം പോകാൻ കേട്ടോ. വണ്ടിയുടെ അടുത്തത് ഇനി വഴുതനങ്ങ കയറ്റാൻ പോകുന്നു. വഴുതനങ്ങ, ക്യാബേജ്. ഇവിടുന്ന് തരം തിരിച്ച് എല്ലാ വെജിറ്റബിളിനും തരം തിരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ പിന്നെ കൊടുക്കുന്നത്. ചെറുത് വലുത് പിന്നെ കളറ് ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് തരം തിരിച്ചിട്ടാണ് ഓരോ ഫ്രൂട്ട്സിന് വില ഇടുന്നതും പിന്നെ കൊടുക്കുന്നതും വെക്കുന്നതൊക്കെ ആയിട്ട് കേട്ടോ. നമ്മുടെ പിന്നെ ഇതിൻ്റെ കമ്പനി ഈ സൂപ്പർ മാർക്കറ്റ് പിന്നെ നല്ല ഫ്രൂട്ട്സുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഏറ്റവും നല്ല സാധനങ്ങൾ മാത്രം നോക്കിയെടുത്തിട്ട് സപ്ലൈ ചെയ്യുന്നു. ഇവിടെ താണ്ട് ഉള്ളിൻ്റെതായിട്ട് മാത്രം വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. വലിയൊരു പ്ലോട്ട് ഉള്ളിയുടേത് മാത്രമായിട്ട്, വെല്ലുള്ളിയുടെ മാത്രമായിട്ട്. നമ്മളെ വണ്ടി ലോഡായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഏകദേശം അവസാനിക്കാറായി. വണ്ടികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നു, രാവിലെ വന്നപ്പോൾ നിറച്ചുണ്ടായിരുന്നു. ഇന്നത്തെ സ്റ്റോക്ക് മൊത്തം കഴിഞ്ഞു. അതുകൊണ്ട് ഏറ്റവും ചെറിയ തക്കാളികളാണ്. വലുതുണ്ട്, ചെറുതുണ്ട്, തരം തിരിച്ച് വെച്ചേക്കണം. ഇതിനൊക്കെ പിന്നെ ഓരോ ദിവസം ഓരോ റേറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതായത് പിന്നെ ഇന്നത്ര ഇപ്പോൾ തക്കാളിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ കുറവ് സാധനം മാത്രം തക്കാളി കുറവാണ് കിട്ടിയതെങ്കിൽ അതിന് 10-20 റുപ്യ നാളെ കൂടും. അതായത് അതിൻ്റെ അവൈലബിളിനനുസരിച്ചാണ് വില നിർണ്ണയിക്കുന്നത്. ഓരോ ദിവസം പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇന്ന സാധനത്തിന് ഇത്ര റേറ്റ് എന്നുള്ളൊരു
ഇതുണ്ടാവും, ചട്ടം ഉണ്ടാവും. അതിനനുസരിച്ചാണ് ഇവിടെ എല്ലാ കടക്കാരും പിന്നെ മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 2 മണി കഴിഞ്ഞു. നമ്മുടെ പിന്നെ സാധനം ഏകദേശം ഫില്ലായി കഴിഞ്ഞു കേട്ടോ. ഏകദേശം എല്ലാം ഫുള്ളായി കഴിഞ്ഞു. ഇപ്പം പോകാൻ നോക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ പായ് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് വണ്ടികളും പിന്നെ ഫില്ലായി കഴിഞ്ഞു. ഇപ്പോൾ പായ് കെട്ടി ടാർപ്പായ് കെട്ടൂല, കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടാം. നമ്മൾ പായ് കെട്ടി കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള പുറപ്പാടിലാണ്. ചെറുതായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി ഒരു 5 മണിയായപ്പോൾ പോകുന്നതാണ്. കെട്ടുന്നത് പഠിപ്പിച്ചു രാവിലെ പറഞ്ഞു കൊടുക്കുക. രാവിലെ കെട്ട് കൊടുക്കണം. നല്ല അധ്വാനിക്കുന്ന ഡ്രൈവറാണ് കേട്ടോ രാവിലെ. ഇനി നല്ലോണം അധ്വാനിക്കുന്ന ഡ്രൈവറല്ലേ രാവിലെ. കെട്ടങ്ങനാണ് കാണിച്ചത് കേട്ടോ. അതേപോലെ കയറ് വലിച്ച് ടൈറ്റാക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തൂങ്ങി ഒടിഞ്ഞ് ഒരു സൈഡിലേക്ക് തൂക്കം പോകട്ടെ. അപ്പോൾ ചങ്ങായിമാരെ നമ്മുടെ പിന്നെ ലോഡിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന സമയത്ത് അവിടെ ആയിട്ട് പിന്നെ നമ്മൾ എടുത്ത സാധനങ്ങളുടെ ബില്ലൊക്കെ കണ്ട കാണിക്കേണ്ടതുണ്ട്. നമ്മൾ പച്ചക്കറി എടുത്ത സമയത്ത് കുറച്ച് പയർ നമുക്ക് കൊടുത്തിട്ടോ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാണ്. നമ്മുടെ വീഡിയോ ഇപ്പം അവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാൻ. ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 3-3.5 മണിക്കൂർ ഓട്ടമുണ്ട്. പിന്നെ എന്നാലും ഉറങ്ങാത്തതുകൊണ്ട് ചെറിയ ഉറക്കമൊക്കെ ഉണ്ട്. ഉറങ്ങിയിട്ടുണ്ട്, എന്നാലും കുറച്ച് ചെറിയൊരു ഉറക്കമുണ്ട്. അപ്പം ഉറങ്ങി തീർക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും കൂടുക. ഓക്കെ, നമ്മുടെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.